വരട്ടാർ പുനരുജ്ജീവനത്തിന്റെ പ്രവൃത്തികൾ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കുമെന്ന് കൊല്ലം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ബേബി. വരട്ടാട്ടിലെ ആനയാർ ഭാഗത്ത് തീരത്തിന് ഭീഷണിയാകും വിധം കണക്കില്ലാതെ മണൽ എടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ മുഖ്യമന്ത്രിയുടെ താക്കീത്. വരട്ടാർ പുനരുജ്ജീവനത്തിന്റെ പ്രവൃത്തികൾ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കുമെന്നും അനിയന്ത്രിതമായി മണലെടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും കൊല്ലം ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു ബേബി പറഞ്ഞു. വരട്ടാറ്റിലെ ആനയാർ ഭാഗത്ത് തീരത്തിന് ഭീഷണിയാകും വിധം കണക്കില്ലാതെ മണൽ എടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ സംഘടിച്ചു നൽകിയ പരാതി അന്വേഷിക്കുവാൻ എത്തിയതായിരുന്നു അദ്ദേഹം. തീരത്തോട് ചേർന്നു നിൽക്കുന്ന വീടുകളുടെ കണക്കെടുക്കും. അവയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടി മാത്രമേ നദിയുടെ ആഴം കൂട്ടൂ എന്നും അദ്ദേഹം പറഞ്ഞു. ദുർബലമായ മൺതിട്ടകൾ ബലപ്പെടുത്തുന്നതും പരിഗണിക്കും. ഈ വരട്ടാർ പുനരുജ്ജീവനം അതിന്റെ തുടക്കം മുതൽ ഇതിനോടൊപ്പം നിന്നിരുന്ന ആളാണ്. ഈ വരട്ടാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വരട്ടാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ വരട്ടാർ മരണാസന്നമായപ്പോൾ മുതൽ ഞങ്ങൾ ആശങ്കയിലായിരുന്നു. ഇവിടുത്തെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങളാലാവുന്നതൊക്കെ പല ഘട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് വരട്ടാർ പുനരുജ്ജീവനം സംബന്ധിച്ചിട്ട്. അന്ന് അതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളെയും ഇതിനകത്ത് സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നതിൽ മീഡിയ സപ്പോർട്ടുമായിട്ട് ഏറ്റവും മുന്നിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം ഈ വരട്ടാർ ഒഴുകി പമ്പയുടെ ഒരു കൈവഴിയായിട്ട് വന്ന് ഈ പ്രദേശങ്ങളെ സമൃദ്ധമാക്കും എന്നുള്ളൊരു വലിയ ആഗ്രഹവും പ്രതീക്ഷയിലുമാണ് ആ പദ്ധതി ചെയ്തത്. അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ പലയിടത്തും ആളുകൾ ഇതിൻ്റെ കരകൾ എൻക്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വമേധയാ അവരെ കൊണ്ട് പറഞ്ഞ് അവരെ ബോധവാന്മാരാക്കി അവരെ കൊണ്ട് അത് വിട്ടുകൊടുപ്പിക്കുകയും അവരുടെ കയ്യിലെ പൈസ എടുത്തിട്ട് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ മണ്ണ് മാറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. സ്വമേധയാ ആളുകൾ ചെയ്യുകയായിരുന്നു. കണ്ടത് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നിട്ട് പല സ്ഥലങ്ങളിൽ പ്രത്യേക ഒരു മണലെടുപ്പ് പരിശ്രമങ്ങൾ നടക്കുക. അതായത് മണൽ യാതൊരു നിയന്ത്രണമില്ല മണലെടുത്ത് മാറ്റുക. അങ്ങനെ മണലെടുത്ത് ഇതിന്റെ തീരത്തിന് യാതൊരു സംരക്ഷണവും ഇല്ലാതെ തീരം ഏത് സമയം ഇടിയത്തക്ക തീരത്ത് ഉള്ള വീടുകൾ ഭീഷണി ഉണ്ടാവത്തക്ക രീതിയിലാണ് ഈ മണലെടുപ്പ് തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ആളുകളെ ഞങ്ങൾ സമീപിച്ചപ്പോൾ കരാറുകാർ മാത്രമേ ഉള്ളൂ. കരാറുകാർ സർക്കാരിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് 3 മീറ്റർ മണ്ണെടുക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞ് വൻതോതിൽ ഇവിടെ എല്ലാം മണലെടുക്കുന്ന ആ ഒരു പ്രവർത്തനം വന്നപ്പോൾ ഇതിന്റെ സമീപത്തുള്ള ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേജർ ഇറിഗേഷൻ ശ്രീ ബിനു ബേബി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മളുടെ ആശങ്കകൾ കേൾക്കാമെന്നും പരിഹാരം ഉണ്ടാക്കാമെന്നും എല്ലാം അദ്ദേഹം ഉറപ്പ് നൽകി. നദിയുടെ വീതി കൂട്ടാനായി നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ ഇറിഗേഷൻ വകുപ്പ് കല്ലിട്ടെന്ന പരാതി അന്വേഷിക്കും. അത്തരം ഭൂമി ഒരു കാരണവശാലും നദിക്ക് വേണ്ടി ഏറ്റെടുക്കില്ല. ഓരോ പ്രദേശത്തും എത്രമാത്രം ആഴത്തിലാണ് കുഴിക്കുന്നതെന്ന് പ്രദേശവാസികളെയും വാർഡംഗങ്ങളെയും ബോധ്യപ്പെടുത്തും. നീക്കം ചെയ്യുന്ന മേൽമണ്ണ് സ്ഥലത്ത് വെച്ച് തന്നെ ജിയോളജി പാസ് ഉപയോഗിച്ച് വിൽക്കും. മണൽ യാർഡിൽ എത്തിച്ച് ഔദ്യോഗിക സംവിധാനത്തിലൂടെ മാത്രമേ വിൽക്കുകയുള്ളൂ. മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ്, ഓവർസിയർ പ്രവീൺ എന്നിവരുൾപ്പെട്ട ഔദ്യോഗിക സംഘവുമായി ആക്ഷൻ കൗൺസിൽ ചെയർമാനും കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സാബു കുറ്റിയിൽ, ജനറൽ കൺവീനർ MA ഹരികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ വല്ലഭൻ നായർ, SD വേണുകുമാർ, ജോൺ P ചാക്കോ, രാജു കൊടിയത്ത്, ശ്രീധരൻ അമ്പാട്ടിൽ തുടങ്ങിയവർ പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. എൻ്റെ തീരത്തൂടാണ് ഈ സൈഡിൻ്റെ എൻ്റെ ബോർഡറിൽ കൂടാണ് ഈ മണ്ണെടുത്തുകൊണ്ട് അടിക്കുന്നത്. മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അഗാധമായ കുഴിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീടുകളൊക്കെ അതിനോട് ചേർന്ന് വളരെ ചേർന്ന്, അതുപോലെ തന്നെ പാവം പിടിച്ചൊരു കെട്ടിയിരുന്ന കൽക്കെട്ടുകൾ വരെ ഇടിച്ച് മാറ്റി വഴിയുണ്ടാക്കിയിരിക്കുകയാണ്. നാളെ ഒരു വെള്ളപ്പൊക്കത്തെ നേരിടാൻ ഈ വീടുകൾക്കൊന്നും സാധ്യമാവുമെന്ന് തോന്നുന്നില്ല. കാര്യം അതുപോലെ അതിനോട് ചേർന്ന് 1 മീറ്റർ വ്യത്യാസം പോലും ഇല്ലാതെ മണ്ണ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. മണ്ണെടുക്കുന്ന സർക്കാർ ഓർഡറാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് മംഗലത്തിൽ ഓഡിറ്റോറിയത്തിൽ നടന്നപ്പോൾ അന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ചെളിയും അവിടുത്തെ പായലുമെല്ലാം നീക്കി നദി ഒഴുകുന്ന രീതിയിൽ നദി ഒഴുകുന്നതൊക്കെ രീതിയിലാക്കുകയാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതുപോലെ ഇത്രയും ആഴത്തിൽ മണലുള്ളിടം മാത്രം അവർ ഇതിൻ്റെ അളവ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ സബ് കോൺട്രാക്ട് എടുത്തേക്കുന്ന ആൾ പറഞ്ഞു ഞങ്ങളുടെ JCBയുടെ കൈയുടെ ആഴമാണെന്നാണ് പറഞ്ഞത്. ഇത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ഗവൺമെൻറ് ഓർഡറാണ്, JCBയുടെ കൈയുടെ ഓർഡറാണ്. ഇതെല്ലാം കൊണ്ട് സർക്കാരിലേക്ക് കൊണ്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു. മണ്ണ് കൊണ്ട് യാടിക്കൊണ്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യാന്ന്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ വാർഡിനോട് ചേർന്നുള്ള തിട്ടകൾ അവർ ഭൂമി ഇടിച്ച് വഴിയുണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ ഒരു കരിങ്കൽ കെട്ട്
കരിങ്കൽക്കെട്ട് ഞാൻ എക്സിക്യൂട്ടീവിനൊക്കെ വന്നായിരുന്നു, അവരെ കാണിച്ചു കൊടുത്തു. ലോഡ് കണക്കിന് കരിങ്കല്ലിറക്കി കെട്ടിയ ഒരു കരിങ്കൽക്കെട്ട് ആ വീട്ടിൽ ആൾ താമസമില്ലാത്ത സമയത്ത് അത് മുഴുവൻ ഇടിച്ച് കനാലിന് ഈ നദിയുടെ സൈഡിൽ കൂടെ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.